മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ മാത്സ് പരീക്ഷയുടെ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രവി ബോട്ട് 5 pencils from SM store for 35 rupees. How much does 1 pencil cost? രവി 5 പെൻസിലുകൾ SM സ്റ്റോറിൽ നിന്ന് 35 രൂപയ്ക്ക് വാങ്ങി. ഒരു പെൻസിലിന് എത്ര വിലയാകും? ഓപ്ഷൻസ് A 4, B 7, C 6, D 8. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B 7. ആൻസർ എങ്ങനെ കിട്ടി? 35നെ 5ൻ്റെ എത്ര ഗ്രൂപ്പുകളാക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ബോക്സ് ക്യാൻ ഹോൾഡ് 10 pens. ഹൗ മെനി ബോക്സസ് ഡു വി നീഡ് ടു ഹോൾഡ് 100 pens? ഒരു ബോക്സിൽ 10 പെന്നുകൾ കൊള്ളും. അങ്ങനെയാണെങ്കിൽ 100 പെന്നുകൾ കൊള്ളാൻ 100 പെന്നുകൾ ഉൾക്കൊള്ളിക്കാൻ എത്ര ബോക്സുകൾ വേണം? ഓപ്ഷൻസ് A 90, B 10, C 100, D 110. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B 10. 100നെ 10ൻ്റെ എത്ര കൂട്ടങ്ങളാക്കാൻ പറ്റും? അല്ലെങ്കിൽ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉത്തരം കിട്ടുക 10 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഈക്വൽ ടു 425? ഏതാണ് 425? ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. 300 + 100 + 20 + 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ. 125, 100, 75 ഡാഷ്. അടുത്ത നമ്പർ ഏതായിരിക്കും? 125, 100, 75. അടുത്ത നമ്പർ ഏതായിരിക്കും? 25 കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 75ൽ നിന്ന് 25 കുറക്കുക. ഓപ്ഷൻ A 50 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഈക്വൽ ടു ₹370? ഏതാണ് 370ന് തുല്യമായത്? ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. 7 10 rupees and 300 rupees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 76 + 15 is equal to 91, then 78 + dash is equal to 93. 76ൻ്റെ കൂടെ 15 കൂട്ടിയപ്പോൾ 91 കിട്ടി എങ്കിൽ 78ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 93 ആകും? ഓപ്ഷൻ B 15 is the correct answer. Next question. What is the largest number that can be formed using the digits 8, 2, 4 and 3? 8, 2, 4, 3 എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഓപ്ഷൻ B 8432 is the correct answer. Eighth question. If 1 pen costs ₹5, then what is the cost of 10 pens? ഒരു പെന്നിന് 5 രൂപയാണ് വിലയെങ്കിൽ 10 പെന്നുകൾക്ക് എത്രയായിരിക്കും വില? 10നെ 5 കൊണ്ട് ഗുണിക്കുക അല്ലേ? ഓപ്ഷൻ C 5 × 10 is the correct answer. Next question. Ninth question. Manu bought 6 toffees from a shop. മനു ഒരു ഷോപ്പിൽ നിന്ന് 6 ടോഫീസ് വാങ്ങി. 1 toffee cost ₹5. ഒരു ടോഫിക്ക് വില 5 രൂപയാണ്. ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഹി പേ? അങ്ങനെയാണെങ്കിൽ അവൻ കടക്കാരന് എത്ര പൈസ കൊടുക്കണം? ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. 6 5കൾ കൂട്ടുന്നു, അല്ലെങ്കിൽ 6 × 5. ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 5കൾ കൂട്ടുന്നു. ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആഡഡ് ടു 154 gives 172? 154ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 172 ആകും? 54ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 172 ആകും? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C 18 ones. 11th question. 34 - 29 is equal to 5.
വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്? 34 കുറക്കണം 29 ഈസ് ഈക്വൽ ടു 5. വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ കൊടുത്തതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻസ്: എ 5 ആഡഡ് ടു 29 ഗിവ്സ് 34. ഓപ്ഷൻ ബി 29 ടേക്കൺ ഫ്രം 34 ഗിവ്സ് 5. ഓപ്ഷൻ സി 5 ടേക്കൺ ഫ്രം 34 gives 29. Option D 5 added to 34 gives 29. Option A 5 added to 29 gives 34 is the correct answer. Next question: how many hours added to 60 minutes to get 7 hours? 60 മിനിറ്റിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 7 മണിക്കൂറാകും? 60 മിനിറ്റ് എന്നാൽ 1 മണിക്കൂറാണ്, 1 അവറാണ്. അപ്പോൾ 1 അവറിൻ്റെ കൂടെ ബാക്കി 6 അവേഴ്സ് കൂടെ കൂട്ടണം 7 അവേഴ്സ് ആവണമെങ്കിൽ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 6 അവേഴ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ 15 മാംഗോസ് were divided equally, one person got 5 mangoes. 15 മാങ്ങകൾ തുല്യമായി ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് 5 മാങ്ങകൾ കിട്ടുന്നു. ഹൗ മെനി പീപ്പിൾ ഗോട്ട് മാംഗോസ്? എത്ര ആൾക്കാർക്ക് മാങ്ങകൾ കിട്ടും? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉത്തരം 3 ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 3. നെക്സ്റ്റ് 14th question: the chess numbers of participants of the mathematics quiz was given from 51 to 76. മാത്തമാറ്റിക്സ് ക്വിസിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പൻസിന് കൊടുത്ത ചെസ് നമ്പർ 51 മുതൽ 76 വരെയാണ്. ഹൗ മെനി പാർട്ടിസിപ്പൻസ് വേർ ദർ? എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടാകും? 76ൽ നിന്ന് 51 കുറച്ച് നോക്കുക. എത്രയായിരിക്കും കിട്ടുന്നത്? ഓപ്ഷൻ എ 25 ഈസ് ദ കറക്റ്റ് ആൻസർ. 51നോട് 25 കൂട്ടുമ്പോഴാണ് 76 കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ 36, 47, 58 ഡാഷ്. 36ൻ്റെ കൂടെ 11 കൂട്ടിയാലാണ് 47 ആകുന്നത്. 47ൻ്റെ കൂടെ 11 കൂട്ടിയാലാണ് 58 ആകുന്നത്. അപ്പോൾ 58ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്രയാകും? 69. ഓപ്ഷൻ സി 69 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: രാമൻ വെൻറ്റ് ടു ദ ഷോപ്പ് ആൻഡ് ബോട്ട് 1 kg of green gram, 500 gram of dal and 500 gram of sugar. How many kilograms of goods did Raman buy? രാമൻ കടയിൽ പോയി 1 കിലോഗ്രാം പയറും 500 ഗ്രാം പരിപ്പും 500 ഗ്രാം ഷുഗർ പഞ്ചസാരയും വാങ്ങി. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ഗുഡ്സ് ഡിഡ് രാമൻ ബൈ? എത്ര കിലോ സാധനങ്ങൾ രാമൻ വാങ്ങിയിട്ടുണ്ടാകും? എല്ലാം കൂട്ടി നോക്കുക അല്ലേ? 1 kg എന്നാൽ 1000 ഗ്രാമാണ്. അപ്പോൾ 1 kgക്ക് പകരം 1 കിലോഗ്രാമിന് പകരം 1000 എന്നെഴുതുക, 1000 എന്നെഴുതുക. 1000 പ്ലസ് 500 പ്ലസ് 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 ആണ് കിട്ടുക. 2000 ഗ്രാം എന്നാൽ 2 കിലോഗ്രാം ആണ്. അപ്പോൾ ഓപ്ഷൻ സി 2 kilogram is the correct answer. Next question: Tanu's savings box had ₹91. How many notes? How many coins? തനുവിൻ്റെ സേവിംഗ് ബോക്സ് സമ്പാദ്യപ്പെട്ടിയിൽ 91 രൂപയുണ്ട്. എത്ര നോട്ടുകളുണ്ടാകും? എത്ര കോയിനുകൾ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 18th question: എ പെൻ ആൻഡ് എ പെൻസിൽ കോസ്റ്റ് ₹60. ഒരു പെന്നിനും പെൻസിലിനും കൂടി 60 രൂപയാണ് വില. ദ പെൻ കോസ്റ്റ് ₹50 മോർ ദാൻ ദ പെൻസിൽ. പെന്നിന് പെൻസിലിനേക്കാളും 50 രൂപ കൂടുതലാണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പെൻ? പെന്നിൻ്റെ വില എത്രയായിരിക്കും? രണ്ടും കൂടി 60 രൂപയാണ്. പെന്നിൻ്റെ വില പെൻസിലിനേക്കാൾ 50 രൂപ കൂടുതലാണ്. അപ്പോൾ പെന്നിൻ്റെ വില 55ഉം പെൻസിലിൻ്റെ വില 5 രൂപയും ആയിരിക്കും. ഓപ്ഷൻ ഡി 55 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ: ഫിൽ ദ മിസ്സിംഗ് നമ്പർ. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 25, 55, 115, 145.
25,55, 115, 145. വിട്ട ഭാഗത്ത് എന്തായിരിക്കും വേണ്ടത്? 25ൻ്റെ കൂടെ 30 കൂട്ടിയാലാണ് 55. ഇനി ബാക്കിൽ നോക്കുക. 115നോട് 30 കൂട്ടിയാലാണ് 145. അപ്പോൾ 30 ആണ് കൂട്ടേണ്ടത്. 55ൻ്റെ കൂടെ 30 കൂട്ടുക. എത്ര? 85. ഓപ്ഷൻ ഡി 85 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനി ആൻഡ് സുനി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ലോങ് ജമ്പ് കോമ്പറ്റീഷൻ. അനിയും സുനിയും ലോങ് ജമ്പ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അനി ജംപ്ഡ് 90 സെൻറ്റിമീറ്റർ. അനി 90 സെൻറ്റിമീറ്റർ തുള്ളി. സുനി ജംപ്ഡ് 30 സെൻറ്റിമീറ്റർ ലെസ് ദാൻ അനി. സുനി അനിയേക്കാളും 30 സെൻറ്റിമീറ്റർ കുറവാണ് തുള്ളിയത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സുനി ജംപ്ഡ്? അങ്ങനെയാണെങ്കിൽ സുനി തുള്ളിയ ദൂരം എത്രയാണ്? 90 സെൻറ്റിമീറ്ററിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ കുറച്ചാൽ എത്രയാണ് കിട്ടുക? 60 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ 60 സെൻറ്റിമീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. 21st question. If 2024 October 1st is Tuesday, which day will be October 8, 2025? 2024 ഒക്ടോബർ 1 ചൊവ്വാഴ്ചയാണ് എങ്കിൽ 2024 ഒക്ടോബർ 8 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ ഡി ട്യൂസ്ഡേ ഈസ് ദ കറക്റ്റ് ആൻസർ. 22nd question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 80? 80 അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ 10 × 8. 10 × 8 80 ആണ്. അപ്പോൾ അതല്ല. ഓപ്ഷൻ ബി 80 × 0. 80 × 0 0 ആണ് കിട്ടുക. അപ്പോൾ 80 അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 23rd question. എ പ്ലാന്റ് വാസ് 20 സെൻറ്റിമീറ്റർ ടോൾ. ഒരു ചെടിക്ക് 20 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. ഇറ്റ് ഗ്രൂ 60 സെൻറ്റിമീറ്റർ മോർ. അത് 16 സെൻറ്റിമീറ്റർ കൂടി അധികം വളർന്നു. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് നൗ? ഇപ്പോൾ പ്ലാന്റിൻ്റെ ചെടിയുടെ ഉയരം എത്രയാണ്? 20നോട് 16 കൂട്ടുക അല്ലേ? 20 + 16 എത്രയാണ്? 36 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി 36 സെൻറ്റിമീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. 24th question. Appu bought 2 sacks of cement weighing 50 kg each. അപ്പു 2 ചാക്ക് സിമൻറ്റ് 50 കിലോ വീതമുള്ള 2 ചാക്ക് സിമൻറ്റ് വാങ്ങി. 65 kg of cement was used to build the wall. ചുമരുണ്ടാക്കാൻ വേണ്ടി 65 കിലോ സിമൻറ്റ് ഉപയോഗിച്ചു. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ റിമൈനിങ് സിമൻറ്റ്? ബാക്കി വരുന്ന സിമൻറ്റിൻ്റെ തൂക്കം എത്രയാണ്? അപ്പു എത്ര തൂക്കം സിമൻറ്റ് വാങ്ങി? 50. ഒരു ചാക്ക് 50 കിലോ ആണ്. അപ്പോൾ 2 ചാക്കാണ് വാങ്ങിയത്. 50 + 50 100 കിലോ വാങ്ങിയത് 100 kg ആണ്. ഉപയോഗിച്ചത് 65 kg ആണ്. അപ്പോൾ 100ൽ നിന്ന് 65 കുറക്കുക. 100 - 65 = 35. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 35 kg. 25th question. A table is 95 centimeter long and a teapot is 79 centimeter long. ഒരു ടേബിൾ 95 സെൻറ്റിമീറ്റർ നീളവും ഒരു ടീപോട്ട് 79 സെൻറ്റിമീറ്റർ നീളവുമാണ്. ഹൗ മച്ച് ലോങ്ങർ ഈസ് ദ ടേബിൾ ദാൻ ദ ടീപോട്ട്? ടീപോട്ടിനേക്കാളും എത്ര നീളം കൂടുതലുണ്ടാകും മേശയ്ക്ക്? എങ്ങനെ കാണാം? 95 കുറക്കണം 79 എത്രയാണ് കിട്ടുക? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 16 സെൻറ്റിമീറ്റർ. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.